ഷോർട്ട് സീരീസിൽ ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുന്നത് ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് യൂണിറ്റിൽ നിങ്ങൾക്ക് എക്സാമിന് മിക്കപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയെന്നുള്ളതാണ്. അപ്പം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്, അതായത് നമ്മൾ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്പേസിൽ അവരെല്ലാവരെയും ഒരുമിച്ച് ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അവരെ കോർഡിനേറ്റ് ചെയ്ത് അല്ലേ, പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, സ്റ്റാഫിങ് ചെയ്യുക, ഡയറക്റ്റിംഗ് ചെയ്യുക, കൺട്രോളിങ് ചെയ്യുക, ഇതെല്ലാം കൂടി ചേരുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് എന്നുള്ളത് പ്ലാൻ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ അല്ലെ സ്റ്റാഫിങ് നമ്മൾ ചെയ്യുക, ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക, അവരെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവന്ന് കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത് ഫൈനലി ആ ഒരു എയിം ചെയ്യുന്ന ഒബ്ജക്റ്റീവിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു മീനിങ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറേ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ പറ്റും. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് ഗോൾ ഓറിയൻറ്റഡ്. എന്താണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്? എന്താണ്? ഗോൾ ഓറിയൻറ്റഡ് ആണ് അല്ലേ. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഗോൾ ഓറിയൻറ്റഡ് ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ ഗോളിലേക്ക് എല്ലാവരെയും എത്തിക്കുക എന്നുള്ളതാണ് ഈ മാനേജ്മെൻറ്റ് കൊണ്ട് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് എന്താണ്? മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പ്ലാനിങ്, സ്റ്റാഫിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് എന്നൊക്കെ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം റിപ്പീറ്റഡ്ലി ഒരു സർക്കുലർ ഫ്ലോ പോലെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അത് നിർത്താൻ പറ്റില്ല. നമ്മൾ എത്ര കാലം ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നുണ്ടോ അത്രയും കാലം ഇത് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. ഇത് നിർത്താനായിട്ട് പറ്റില്ല. പിന്നെ മാനേജ്മെൻറ്റ് ഈസ് ഓൾ പെർവസീവ്. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലായിടത്തും, അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഹോസ്പിറ്റൽ നടത്തുകയാണ്, നിങ്ങളൊരു ബേക്കറി നടത്തുകയാണ്, ഇത് രണ്ടും എടുക്കുക. ഹോസ്പിറ്റൽ, ബേക്കറി രണ്ടും രണ്ട് ഏരിയയിൽ നിൽക്കുന്ന കാര്യങ്ങളാണല്ലേ. പക്ഷേ ഇത് രണ്ടിലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സിമിലർ ആയിരിക്കും. മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എന്താണ്? നിങ്ങൾ ബേക്കറിയിലാണെങ്കിൽ ഇനി അടുത്ത ദിവസത്തേക്ക് വേണ്ടത് എന്തൊക്കെയാണ്, എന്തൊക്കെ ഫുഡ് ഐറ്റംസ് നമ്മൾ കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യും. അത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ സ്റ്റാഫിങ്ങിലൂടെ റിക്രൂട്ട് ചെയ്യും. അവരത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ നോക്കും, ഓർഗനൈസ് ചെയ്യും, ഡയറക്റ്റ് ചെയ്യും. ഇത് തന്നെയാണ് അവിടെ ചെയ്യുന്നത്. ഇതേ കാര്യം നിങ്ങളൊരു ഹോസ്പിറ്റലിൽ നടത്തുന്ന ആളാണെങ്കിൽ അവിടെയും നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഓക്കെ, ഹോസ്പിറ്റലിൽ നമ്മുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇനി അങ്ങോട്ടേക്ക് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് എത്തിക്കണം, ഏതൊക്കെ രീതിയിൽ ട്രീറ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം, ഡോക്ടേഴ്സിന് എത്ര ഫീ ചാർജ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യും. ആൻഡ് ദെൻ അതിനനുസരിച്ച് ആ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഡോക്ടേഴ്സിനെയും സ്റ്റാഫിനെയും നഴ്സസിനെയും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും? റിക്രൂട്ട് ചെയ്യും. ദെൻ അവർ അതായത് നിങ്ങൾക്ക് ഇവിടെ ഹോസ്പിറ്റലിൻ്റെ കേസിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നടത്തിയെടുക്കാനുള്ള രീതിയിൽ ഇവരെല്ലാവരെയും ഒരുമിച്ച് നിങ്ങളിങ്ങനെ ഒരു ഗോളിലേക്ക് എത്തിക്കും. അതേസമയം ബേക്കറിയിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് ആവശ്യം അതിനനുസരിച്ച് പോകും. അപ്പോൾ ഇത് പെർവസീവ് ആണ്. അതായത് എല്ലാ ഏരിയാസിലും എവിടെയാണെങ്കിലും മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ചെയ്യുന്ന കാര്യങ്ങൾ സിമിലർ ആണ്. ഓരോന്നിനനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സെയിം കാര്യങ്ങളാണ് ബേസിക്കായിട്ട് ചെയ്യുന്നത്. പിന്നെ എന്താണ്? മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ. എന്തുകൊണ്ടാണ് ഡൈനാമിക് എന്ന് പറയുന്നത്? അതായത് നമുക്ക് എപ്പോഴും മാറ്റം എന്ന് പറയുന്നത് എപ്പോഴും സംഭവിക്കുന്നതാണ് അല്ലേ. ഇപ്പോൾ നിങ്ങളൊരു ഓർഗനൈസേഷൻ മുന്നോട്ട് നടത്തി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ കോവിഡ്-19 വന്നതിന് ശേഷം എല്ലാം കൂടുതലും ഓൺലൈനായി മാറി. അപ്പോൾ അങ്ങനെ അതൊരു പെട്ടെന്ന് വന്നിട്ടുള്ള മാറ്റമാണ്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ എപ്പോഴും ചുറ്റിലും നടന്നുകൊണ്ടിരിക്കും. ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറണം അല്ലേ. ഇപ്പം ക്ലാസ് എടുക്കുന്ന ആൾക്കാർ, ഇപ്പം ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്ന ആൾക്കാർ പെട്ടെന്ന് കോവിഡ്-19 വന്നു, എല്ലാം ഓൺലൈനിലേക്ക് മാറി. അപ്പം ഞാൻ പറയാണ്, ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കില്ല, ഞാൻ ഓഫ്ലൈൻ മാത്രമേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞ് സ്റ്റബേണായി ഞാൻ നിന്നാൽ എന്താണ്? എനിക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ലാതെയാവും. അത്രയല്ലേ സംഭവിക്കുള്ളൂ. അപ്പം മാറ്റത്തിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യണം? ഞാനും അതിന് റെഡി ആവണം. ഞാൻ എന്ത് ചെയ്യണം? ഓൺലൈൻ എങ്ങനെ ക്ലാസ് എടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കണം. അതിന് റെഡി ആയിട്ട് ഞാൻ അത് ചെയ്യാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് നോക്കണം. അപ്പം മാറ്റം എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ. ആ മാറ്റം വരുന്നതിനനുസരിച്ച് അതിനോട് കോപ്പപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഡൈനാമിക് ഫംഗ്ഷനാണ്. മാനേജ്മെൻറ്റിലും ഈ പറയുന്നത് പോലെ എന്തൊക്കെ മാറ്റങ്ങൾ ഫ്യൂച്ചറിൽ സംഭവിക്കുന്നു അതിനനുസരിച്ച് അതിനോട് കോപ്പപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ശ്രമങ്ങളാണ് അവിടെ എപ്പോഴും വേണ്ടത്. അപ്പം മാനേജ്മെൻറ്റ് എപ്പോഴും എന്താണ്? ആ മാറ്റങ്ങൾക്കനുസരിച്ച് തന്നെ അതിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അതെന്താണ്? ഡൈനാമിക് ഫംഗ്ഷനാണ്. മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഇതൊരു ബേസിക് കാര്യമാണ്. അതായത് കുറേ ആൾക്കാർ ഒരുമിച്ച് ഒരു ഗോളിലേക്ക് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ്? കുറച്ച് പേര് ഒരുമിച്ച് വരുന്നു, അവിടെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ. മാനേജ്മെൻറ്റ് എന്താണ്? മൾട്ടി ഡയമെൻഷനാണ്. മൾട്ടി ഡയമെൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു കമ്പനിയിൽ എംപ്ലോയീസ് ഉണ്ട്, അവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് വേണം. പിന്നെ എന്താണ്? അവിടെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ ആ ഒരു ഡിഫറെൻറ്റ് ഓപ്പറേഷൻസിനെ നമ്മൾ മാനേജ് ചെയ്യണം. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള കാര്യമാണ് എന്ത്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ മാനേജ്മെൻറ്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്?
ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്. അതായത് നമുക്ക് കാണാനോ തൊടാനോ കഴിയുന്ന ഒരു സാധനമല്ല, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ക്ലാസ്സിൽ നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ടീച്ചർ കയറി വന്നിട്ട് പറയുക സൈലൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും സൈലൻ്റ് ആവും. ആ സൈലൻ്റ് ആവുന്ന ആ ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന, അപ്പോൾ ടീച്ചറുടെ മാനേജ്മെൻ്റ് ആണ്, ക്ലാസ് റൂം മാനേജ്മെൻ്റ് ആണത്. അത് നിങ്ങൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത്രയുമാണ് എന്താ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സാമിന് വരുമ്പോൾ നിങ്ങൾ ഇത്രയും പോയിൻറ്റ്സ് എന്തായാലും പറയണം. ഇപ്പോൾ അതായത് ഒരു 7 പോയിൻറ്റ്സ്, എത്രയുണ്ട്, 7 പോയിൻറ്റ്സ് ഉണ്ട് നമുക്കിവിടെ. ഈ 7 പോയിൻറ്റ്സ് എന്തായാലും നിങ്ങളുടെ ആൻസറിൽ ഉണ്ടായിരിക്കണം. ഈ 7 പോയിൻറ്റ്സ് നിങ്ങളുടേതായ ഓൺ വേർഡ്സിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ആ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൂടി ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ഗോൾ ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് എന്താണ്, യുണൈറ്റ്സ് ദി എഫേർട്സ്, എന്താണ്, യുണൈറ്റ്സ് ദി എഫേർട്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദി ഓർഗനൈസേഷൻ ടുവേർഡ്സ് അച്ചീവിങ് ദി ഗോൾസ് അല്ലേ. എല്ലാവരുടെയും എഫേർട്ടിനെ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് കൊണ്ടുവരുന്നു ആ ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാൻ. അപ്പോൾ ഗോൾ ഓറിയൻറ്റഡ് ആണ്. പെർവസീവ് ആണെന്ന് പറയുമ്പോൾ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു ഓൺടർപ്രൈസിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഓർഗനൈസേഷൻസിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ചെയ്യുന്നത് അല്ലേ. കോമൺ ടു ഓൾ ഓർഗനൈസേഷൻസ്, ദ ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ മാനേജിങ് ആൻ ഓൺടർപ്രൈസ് ആർ കോമൺ ടു ഓൾ ഓർഗനൈസേഷൻസ്. ദെൻ മാനേജ്മെൻറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് അല്ലേ. മാനേജ്മെൻറ്റ് എന്താണ്, കണ്ടിന്യൂസ് പ്രോസസ്സ് ആണെന്ന് പറയുന്നുണ്ട്. മാനേജ്മെൻറ്റ് നിൽക്കുന്ന ഒരു കാര്യമല്ല. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, കൺട്രോളിങ് എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ സമയത്തിനനുസരിച്ച് വീണ്ടും വീണ്ടും പുതിയ പ്ലാൻസ് വരും. മാനേജ്മെൻറ്റ് എന്താണ്, ഗ്രൂപ്പ് ആക്ടിവിറ്റി. മാനേജ്മെൻറ്റ് റിക്വയർസ് ടീം വർക്ക്, എന്താണ്, ടീം വർക്ക് വേണം. അതുപോലെ തന്നെ കോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആവശ്യമാണ്. പിന്നെ എന്താണ് പറയുന്നത്, പിന്നെ മാനേജ്മെൻറ്റ് ഇസ് എ ഡൈനാമിക് ഫംഗ്ഷൻ. മാനേജ്മെൻറ്റ് എന്താണ്, ഡൈനാമിക് ഫംഗ്ഷൻ ആണ്. ആൻഡ് അതുപോലെ തന്നെ ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്. മാറ്റങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഡൈനാമിക് ഫംഗ്ഷൻ ആണ് ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്, എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് എന്താണ് നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ മസ്റ്റായിട്ട് എഴുതേണ്ടതാണ്. എന്താണ് മാനേജ്മെൻറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വോട്ട് ഈസ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് വരാം. ചെറിയ മാർക്കിന് വരാം, അല്ലെങ്കിൽ 3-4 മാർക്സിന് വരെ ഈ ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ വരുന്ന സമയത്ത് ഈ രീതിയിലാണ് നിങ്ങൾ അതിൻ്റെ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഇനി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, താങ്ക് യു.